കാർഷിക രംഗത്ത് നിറസാന്നിധ്യമായി കവികുന്ന് സെന്റ് എഫ്രൈംസ് പള്ളി വികാരി ഫാദർ ജോസഫ് വടകര. പള്ളിയിലെ തിരക്ക് കഴിഞ്ഞാൽ തൂമ്പയുമായി കൃഷിയിടത്തിലേക്ക് ഇറങ്ങുന്നതാണ് അച്ഛന്റെ പതിവ്. കൃഷിയച്ഛൻ എന്നാണ് കാർഷിക രംഗത്തെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ മാനിച്ച് പലരും സ്നേഹപൂർവ്വം അദ്ദേഹത്തെ വിളിക്കുന്നത്. അജപാലന ശുശ്രൂഷയോടൊപ്പം കാർഷിക രംഗത്തും മികവാർന്ന പ്രവർത്തനം കാഴ്ചവെക്കുന്ന വൈദികനാണ് കാവിക്കുന്ന് സെന്റ് എഫ്രൈംസ് ദേവാലയ വികാരിയായി സേവനമനുഷ്ഠിക്കുന്ന ഫാദർ ജോസഫ് വടകര. കൃഷിയച്ഛൻ എന്നാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ മാനിച്ച് പലരും സ്നേഹപൂർവ്വം വിളിക്കുന്നത്. ജോസഫ് അച്ഛന്റെ മാതാപിതാക്കളും സഹോദരങ്ങളും കർഷകരായിരുന്നു. അവരിൽ നിന്നും ലഭിച്ച കൃഷി അറിവുകളാണ് കാർഷിക രംഗത്തേക്ക് കടന്നുവരാൻ തന്നെ പ്രാപ്തനാക്കിയതെന്ന് ഫാദർ ജോസഫ് പറയുന്നു. ഉണരുമ്പോൾ മുതൽ പ്രാർത്ഥിക്കുകയും പറമ്പിൽ പണിയെടുത്ത് സന്ധ്യ വരെ പണിയെടുക്കുകയും വൈകുന്നേരം വന്ന കുളി എല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ച് ജീവിച്ച ഒരു അപ്പനും അമ്മയുമാണ് എനിക്കുള്ളത്. അപ്പോൾ ആ ഒരു പശ്ചാത്തലമാണ് ദൈവവിളിക്ക് തന്നെയും അത് പ്രേരകമായതെന്ന് പറയാൻ പറ്റും. അപ്പോൾ എൻ്റെ കുടുംബ പശ്ചാത്തലമാണ് എന്നെ ഞാനാക്കി തീർത്ത ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയാൻ പറ്റും. ചെന്ന സ്ഥലങ്ങളിലൊക്കെ ആ സന്ദേശം കൊടുക്കാൻ ഏത് സാഹചര്യത്തിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാവിക്കുന്ന് ദേവാലയത്തിന്റെ സ്ഥലത്ത് 1000-ഓളം മരച്ചീനിയാണ് ജോസച്ചൻ കൃഷി ചെയ്തിരിക്കുന്നത്. ജോസച്ചന്റെയും കൈക്കാരന്മാരുടെയും നേതൃത്വത്തിൽ ഇപ്പോൾ അതിന്റെ വിളവെടുപ്പ് നടത്തുകയാണ്. 50 കിലോഗ്രാം 10 കിലോഗ്രാം എന്നിങ്ങനെ മരച്ചീനികൾ കടയിൽ ഓർഡർ അനുസരിച്ച് എത്തിച്ചു കൊടുക്കുന്നു. 1.5 ടണ്ണോളം പച്ചക്കപ്പ ഇതുവരെ വിൽപ്പന നടത്താനായെന്ന് ജോസച്ചൻ പറയുന്നു. കഴിഞ്ഞ വർഷം നല്ല വിളവും നല്ല വിലയും ലഭിച്ചതാണ് ഇപ്രാവശ്യവും മരച്ചീനി കൃഷിയിലേക്ക് തിരിയാൻ കാരണം. ഒരു ചുവട്ടിൽ നിന്ന് 25 കിലോഗ്രാം തൂക്കം ലഭിക്കുന്നുണ്ട്. നല്ല ആരോഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ഭക്ഷണം, വിഷമില്ലാത്ത ഭക്ഷണവും നാടൻ ഭക്ഷണവും ഒക്കെ കഴിക്കുന്നത്. അതുകൊണ്ട് നല്ല രീതിയിൽ ഞങ്ങൾക്ക് കൃഷി ഞങ്ങളുടെ കുടുംബത്തെ വളർത്താൻ സഹായിച്ചിട്ടുണ്ട്. എൻ്റെ സഹോദരനാണെങ്കിലും സാമൂഹ്യ രംഗത്തൊക്കെ കുറച്ച് പ്രവർത്തിക്കുന്ന ആളാണ്. തൃനാട് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു കുറേ കാലം. ഇപ്പോൾ 25 വർഷമായിട്ട് തുടർച്ചയായിട്ട് തൃനാട് ബാങ്കിൻ്റെ പ്രസിഡൻ്റാണ്. അദ്ദേഹം 52 വർഷം തുടർച്ചയായിട്ട് വേദപാഠം പഠിപ്പിച്ച ആളാണ്. രൂപതയുടെ സർവീസ് ടീമിലൊക്കെ ഉണ്ടായിരുന്നു. ഇതുകൂടാതെ പച്ചക്കറികളും ഇവിടെ കൃഷി ചെയ്തു വരുന്നു. 250 ഗ്രോ ബാഗുകളിലായി വഴുതന, പയർ, പച്ചമുളക് എന്നിവയാണ് കൃഷി ചെയ്യുന്നത്. കൂടാതെ വാഴയിലെ വിവിധ ഇനങ്ങളായ ചെങ്കദളി, റോബസ്റ്റ, നേന്ത്രവാഴ എന്നിവയുടെ കൃഷിയുമുണ്ട്. പൊക്കം കുറഞ്ഞ ആയുർജാഗ് ഇനത്തിൽപ്പെട്ട 140 പ്ലാവുകൾ കൃഷി ചെയ്തിട്ടുണ്ട്. 1.5 വർഷം മുമ്പ് മാത്രം നട്ട ഇവയിൽ പലതും കായ്ഫലം തന്നു തുടങ്ങി. കൈക്കാരന്മാരായ സണ്ണി ജോസഫ് വരിക്കമാക്കൽ, സാബു MP മുക്കാല, മാനൂട്ടി മുക്കാല, ദേവാലയ ശുശ്രൂഷി അമൽ വട്ടമറ്റം എന്നിവർ കൃഷിപ്പണികളിൽ അച്ഛനോടൊപ്പം സഹകരിക്കുന്നുണ്ട്. സാമൂഹിക, സാംസ്കാരിക, ആത്മീയ, കാർഷിക മേഖലയിലെ സേവനത്തെ മാനിച്ച് സാംസ്കാരിക സംഘടനയായ കിഴതടിയൂർ ഭാവന ഫാദർ ജോസഫിനെ ആദരിച്ചിട്ടുണ്ട്. കല്യാൺ രൂപതയിൽ സാബന്തവാടിയിൽ എസ്റ്റേറ്റിന്റെ ചുമതലയുണ്ടായിരുന്നു ജോസഫ് അച്ഛന്. അവിടെയും കൃഷിയിൽ കർമ്മനിരതനായിരുന്നു അദ്ദേഹം. അച്ഛൻ കാവിക്കുന്ന് ഇടവകയിലെത്തിയിട്ട് 2.5 വർഷത്തോളമായി. ചെറുപുഷ്പ മിഷൻ ലീഗ്, മാതൃവേദി, വിൻസെന്റ് പോൾ എന്നീ സംഘടനകൾ അച്ഛന്റെ നേതൃത്വത്തിൽ ഇടവകയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ ഒരു UP സ്കൂളും പ്രവർത്തിക്കുന്നുണ്ട്. ഈ പള്ളിയുടെ കുരിശുപള്ളിയാണ് തീർത്ഥാടന കേന്ദ്രമായ പാമ്പൂരംപാറയിലെ സെന്റ് ജോർജ് ചർച്ച്. പ്രസിദ്ധമായ ദുഃഖവെള്ളി ആചരണം വർഷങ്ങളായി ഇവിടെ നടന്നുവരുന്നു. ചർച്ച് ഡെസ്ക്, ഷെക്കീന ന്യൂസ്.